നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ആനയെ കുളിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? ഈ തൊണ്ടൊക്കെ ഉപയോഗിച്ച് അതുപോലെ വൃത്തിയാക്കിയാലും അവളുടെ മനസ്സിൽ അഴുക്ക് പോകുന്ന എന്റെ സംശയം. അടുത്തില്ലാത്ത ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ല കേട്ടോ ഗാർഗി. ആ, അവള് തൊട്ടടുത്തുണ്ടെങ്കിലേ ഞാൻ ഇത് തന്നെ പറയും. എനിക്കൊരു പൊന്നു മോളെയും പേടിയില്ല. ആഹാ, ഇന്നിതാണോ പ്രഭാവതി പാർവതി ഏൽപ്പിച്ച ഡ്യൂട്ടി? ആരും ഏൽപ്പിച്ചൊന്നുമല്ല. ഇത്രയും നല്ല പാത്രങ്ങളൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഗായത്രി ചേച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാ. ഗായത്രി ചേച്ചി ഉണ്ടായിരുന്നപ്പോ ഈ വീടും അടുക്കളയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രഭാവതി ഇവിടെ കാലുകുത്തിയതോടെ അടുക്കും ചിട്ടയും വൃത്തിയൊക്കെ പോയി. ഗായത്രിച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വാങ്ങി നിറച്ചു. അതോടെ ഇതൊക്കെ ഉപയോഗമില്ലാത്ത സാധനങ്ങളുടെ കൂട്ടത്തിലായി. അതിനുശേഷം ഇപ്പോഴാ ഇതൊക്കെ വെള്ളം തൊടുന്നത്. എന്റെ ചേച്ചിയെ കുറിച്ച് എന്തോ കുശുമ്പോറയാണല്ലോ മൂന്നാളും കൂടി. നല്ലതൊക്കെ പറയണോന്ന് ആഗ്രഹമുണ്ട് അങ്കിളെ. പക്ഷെ എന്തെങ്കിലും നല്ലത് ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ. ഒരു വകയ്ക്കും കൊള്ളാത്ത സാധനങ്ങളെന്ന് പറഞ്ഞ പ്രഭാവതി ഇതൊക്കെ ആക്രിയുടെ കൂട്ടത്തിൽ തള്ളിയത്. പാർവതി കഴുകി വൃത്തിയാക്കിയപ്പോ ദേ കണ്ടില്ലേ, ഓ പുത്തം പോലെ തിളങ്ങുന്നു. പുത്തനച്ചി പുരപ്പുറം തോക്കുന്നു കേട്ടിട്ടില്ലേ? അതാ ഇത്. എന്റെ അങ്കിളെ, ആസ്ഥാനത്തൊക്കെ ഈ പഴഞ്ചൊല്ലെടുത്ത് പ്രയോഗിക്കല്ലേ. പാർവതി പുത്തനച്ചിയൊന്നും അല്ലല്ലോ. പാർവതി ഇവിടെ വന്നിട്ട് കുറേ കാലമായി. ദേ ഗാർഗി, ചുമ്മാ കളിയാക്കല്ലേ. വിവരമില്ലാത്തോണ്ട് സംഭവിച്ചതാണെങ്കിലും പാർവതി ഈ വീട്ടിലെ മരുമോളാണെന്ന് പ്രതാപൻ സമ്മതിച്ചല്ലോ. ആര് സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല, സമ്മതിക്കാനും പോകുന്നില്ല. പിന്നെ ഒരു മരുമോള്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല മോനെ ദിനേശ. എന്ത്? ആക്രി വൃത്തിയാക്കി നല്ല പേര് നേടാനുള്ള ശ്രമോ? അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വിവരമില്ലാത്ത രണ്ട് പെണ്ണുങ്ങൾ. ഇത് ചേച്ചി അറിയിക്കണം. ഹലോ, വരുന്നു. ഇതിപ്പോ പ്രഭാവതി തമ്പുരാട്ടിയുടെ കാതിലെത്തും. ഉറഞ്ഞു തുള്ളിയൊരു വരവ് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. വരട്ടെ ചെറിയമ്മ. വന്നാലേ ഇവളെ കൊറേ വഴക്കു പറയും, പോവും. അത്ര ഉണ്ട്. പുതിയ എന്തൊക്കെയോ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സംഘം ചേർന്നൊരു ആലോചന മുറ്റത്ത് നടക്കുന്നത് ഞാൻ കണ്ടു. എതിരാളികൾ നിസാരക്കാരല്ല, അത് ഓർമ്മ വേണം. ഏത് പ്രശ്നങ്ങളെ നേരിടാനും ഞങ്ങൾ തയ്യാറാ ചെറിയമ്മ. അല്ലേ പാർവതി? ഒന്ന് സപ്പോർട്ട് ചെയ്യടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.